ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ട ബുർജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തട്ടുകടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കണം അതേപോലെ ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 10-15 ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ട ബുർജിക്ക്. സവാള ആയാലും കുഴപ്പമില്ല, ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായി ഒന്ന് മൂക്കണം, അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഒരുപാട് ഫ്രൈ ആയി പോവാതെ നോക്കണം. ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ടി വന്നാൽ മതിയാവും. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടി നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. സാധാ എരിവുള്ള പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ചെറിയൊരു മസാലയുടെ മണം മാത്രമേ ഇതിന് വേണ്ടൂ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം കുറച്ച് എരിവൊക്കെ വേണം മുട്ട ബുർജിക്ക്, എന്നാലാണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുരുമുളകും കൂടി ചേർത്ത് എല്ലാതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. അതുപോലെ ഉള്ളിയായിട്ട് നന്നായി ഒന്ന് യോജിച്ച് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. തക്കാളി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം തക്കാളി അധികം ഉടഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് പോവും. അതുകൊണ്ട് ലാസ്റ്റ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വേവ് വേണ്ട തക്കാളി. കാരണം നമ്മുടെ മുട്ട ബുർജിയിൽ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായി തന്നെ കിടക്കണം. അപ്പോഴാണ് മുട്ട ബുർജി കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് മുന്നേ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉള്ളിയൊന്നും അധികം വേഗം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് ഉള്ളി ഇട്ടപ്പോഴൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഈ മസാലയ്ക്ക് വേണ്ട പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക് ചതച്ചത്. ഇത് ശരിക്കും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇടാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ മുട്ട ബുർജിക്ക് ആവശ്യമായ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ നടുക്കിലൊരു വട്ടന ഒരു സ്പേസ് ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നേരെ മുട്ട ഒഴിച്ച് കൊടുത്താലും മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 മുട്ട കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായി ഒന്ന് കൂട്ടി വയ്ക്കണം. ഇത് ഒഴിച്ച് കഴിഞ്ഞ വഴിക്ക് നന്നായി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അപ്പം ചെറിയ പൊടികളായിട്ട് പോവും മുട്ട ബുർജി. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാൻ പാടില്ല, നമുക്ക് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അപ്പോൾ തീ നന്നായി കൂട്ടി വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ മുട്ട ഏകദേശം ഒരു ചെറുതായി വെന്ത് തുടങ്ങിയിട്ട് ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ട അങ്ങനെ നന്നായി പൊടിഞ്ഞു പോവില്ല, ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും. മെല്ലെ ഇളക്കി കൊടുക്കുക. വേഗം നല്ല സ്പീഡിലൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു വിധം മുട്ട വെന്ത് തുടങ്ങിയെന്ന് കാണുമ്പോൾ മാത്രം നല്ല സ്പീഡിലായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിട്ട ഉള്ളിയും തക്കാളിയും മസാലകളും എല്ലാതും മുട്ടയിൽ നന്നായി പിടിക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
മുട്ട കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മുട്ട ബുർജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ വേർതിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.